അസ്സലാമു അലൈക്കും. എന്താണ് സുഖല്ലേ? മക്കത്തുള്ളത് മസ്ജിദ് ജീറാന പള്ളിയിലുള്ളത്. ഇവിടുത്തെ നല്ല കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. മക്കയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കാണുന്ന ജീറാന പള്ളിയിലേക്ക്. മക്കയിൽ വരുന്ന തീർത്ഥാടകരുടെ സ്ഥിരം മീഖാത്ത് കൂടിയാണ് മസ്ജിദ് ജീറാന. ചരിത്ര താളുകളിലെ ഒരു സ്ത്രീയുടെ പേരാണ് ജീറാന. ഈ സ്ത്രീയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളിക്ക് മസ്ജിദ് ജീറാന എന്ന നാമകരണം ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ സൗകര്യത്തോടു കൂടിയാണ് ഈ പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ സംവിധാനിച്ചിട്ടുള്ള പള്ളിയുടെ ഉൾവശം. ഇപ്പോൾ ഉംറയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഹാജിമാരുടെ തിക്കും തിരക്കിനും ഒരു പരിധിയുണ്ട്. ഉംറയുടെ സീസണുകളിൽ മലയാളികളടക്കം 10,000-കണക്കിന് ഹാജിമാരാണ് ദിനം പ്രതി ഇവിടെ വന്നു പോകുന്നത്. ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും കൂടി ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത ഒരു മീഖാത്ത് കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാം ചെയ്ത മീഖാത്തായത് കൊണ്ട് തന്നെ അതിൻ്റെതായ പവിത്രതയും ഈ പള്ളിക്കുണ്ട്. വിശാലമായ പാർക്കിംഗ് സംവിധാനമാണ് മസ്ജിദ് ജീറാനയുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഉംറയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കാലിയായി കിടക്കുകയാണ്. ദൂരെ നിന്നുള്ള ജീറാന പള്ളിയിലേക്കുള്ള ഒരു കാഴ്ച അതിമനോഹരമാണ്. നബി തങ്ങളുടെ അമാനുഷിക കഴിവിൻ്റെ ഭാഗമായി വെള്ളം നിറകളിച്ച ബിഅർ ജീറാന എന്ന പേരിൽ അറിയപ്പെടുന്ന കിണറും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഇഹ്റാം ചെയ്യാൻ വരുന്ന ഓരോ ഹാജിമാർക്കും ഇവിടെ കുടിവെള്ളം ലഭ്യമാണ്.